നീ നാക്കിയപ്പോ നിന്റെ മൂക്ക് തെറിച്ചു പോകുന്ന പിടിക്കാൻ വേണ്ടി വെച്ചേക്ക. ഓ, ആലോചിച്ചപ്പോ ഒരു കോമഡിയും കിട്ടി കാണില്ല. അതായിരിക്കും എന്റെ കുമ്മി കയറി പിടിച്ചത്. എടി, തുടരും സിനിമ കാണാൻ പോയപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, എല്ലാം ബുക്കായി പോയി. അതിനിങ്ങനെ കരയുന്ന എന്തിനാ നീ? ഞാനാ തെറ്റ് ചെയ്തത്. നിങ്ങളെ അപ്ലൈ ഡിവോഴ്സ് ചെയ്താൽ മതിയായിരുന്നു. അയ്യോ, സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ എന്റെ ടിക്കറ്റ് കയറാൻ പോകുന്നു. അത് ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ. ഞാനേ മോഹൻലാലിന്റെ ഫ്ലക്സ് ഇല്ലേ, അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് തുടരും സിനിമ കാണുന്നു. അതൊക്കെ എന്റെ കൂട്ടുകാരികൾ കണ്ടു. എന്നിട്ട് ഞാൻ സിനിമ കാണാൻ പോയോ ഇല്ല. എടി, നീ സിനിമ കണ്ടെന്നങ്ങ് പറയണം. അയ്യോ, അപ്പൊ ഒരു കഥ ചോദിച്ചാലോ? ഒരു കഥ അങ്ങ് പറയണം. കള്ളക്കഥ പറയാനോ? ഇല്ല, കഥ ഉണ്ടാക്കി പറയാൻ കഴിയാത്ത ഒരാള്. നീ ഒറ്റ കഥ പറഞ്ഞത് കൊണ്ടാണ് എന്റെ അനിയനും ഭാര്യയും രണ്ടടുത്ത് ജീവി. അല്ലാണ്ട് അവരുടെ കയ്യിലിരിപ്പുണ്ടല്ല. ഞായറാഴ്ച സൂംബ ക്ലാസ് ഉണ്ട്, ഞാൻ അവിടെ പോയി എന്തോ പറയും. അപ്പൊ സൂംബ ക്ലാസ്സിന് പോകണ്ടെന്ന് വെക്കണം. അയ്യടാ, അപ്പൊ എന്റെ വണ്ണം കുറയണ്ടേ? എടി, വണ്ണം കുറയാൻ വേണ്ടി നീ എന്നോട് എന്താ പറയാറുള്ളത്? നീ എന്താ പറയുന്നത്? പറമ്പിൽ പോയി കളിക്കാൻ പറയും അല്ലേ? അപ്പം വാ, പറമ്പിൽ പോയി കളിക്കാൻ വണ്ണം കുറയും. അയ്യടാ, നിങ്ങൾ കളിച്ചോ, എനിക്ക് സൂമ്പ മതി. അപ്പൊ വണ്ണം കുറയാൻ നിനക്ക് സൂമ്പ, എനിക്ക് തൂമ്പ. എങ്ങനെയെങ്കിലും ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തതാ. ടിക്കറ്റ് ഞാൻ എത്ര പേരെടുക്ക വിളിച്ചു പറഞ്ഞതാണ്. അതിനെ ബുക്ക് മൈ ഷോ വേണം. അത് വിദ്യാഭ്യാസം ഇല്ല, എന്തോ പറയാനാ. ഇന്നല്ലയോടി ഈ പറയുന്ന ബുക്ക് മൈ ഷോ എന്നൊക്കെ പറഞ്ഞു വന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടല്ലോ ഈ കൊട്ടകയാണ്, കൊട്ടക കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. കൊട്ടകയിൽ പോയി സിനിമ കാണുന്നതിന്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. അതൊക്കെ ദിവസേന 4 കളികൾ എന്നും പറഞ്ഞൊരു ബോർഡ് അങ്ങോട്ട് തൂക്കുകയാണ്. എന്നിട്ട് പോസ്റ്റർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് നമ്മളിങ്ങനെ പറക്കുകയല്ലേ. എന്നിട്ട് വിയർന്നലച്ച് അവിടെ ചെന്ന് ടിക്കറ്റ് ക്യൂവിന് അവിടെ ക്യൂ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കിട്ടാത്തോണ്ട് നമ്മുടെ മേളിൽ കൂടെ കയറി ഉടുപ്പൊക്കെ കീറി അവിടെ ചെന്ന് ഊട്ടയ്ക്കകത്ത് കൈ കൂടെ കുത്തി കയറ്റിട്ട് വലിച്ചൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കീറി. എന്നാലും IPL ജയിച്ച ഒരു സുഖത്തിലാണ് നമ്മൾ അകത്തോട്ട് അങ്ങോട്ട് ചെന്ന് നേരെ തിയേറ്ററിനകത്ത് അങ്ങോട്ട് ചെന്ന് കയറിയിരിക്കും. എന്നിട്ട് ബെഞ്ചോ കസേരയോ കാലിങ്ങനെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് അങ്ങനെ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട്. ഏത് സിനിമ? കിന്നാരത്തുമ്പികൾ. നിങ്ങൾ ഇപ്പൊ സമയം എത്രയായി? ഉച്ച. ഇനി 3 മണിയുണ്ട്, 6 മണിയുണ്ട്, 9 മണി, 12 മണി, 4 ഷോ ഉണ്ട്. ഈ 4 ഷോയിലെ ഏതെങ്കിലും ഒരു ഷോ കാണിക്കാതെ ഞാൻ ഈ സാരി അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ല. നീ ഇങ്ങനെ വാശി പിടിച്ചാലോ? ഇതിപ്പല്ല ഉണ്ണിയാർച്ച ചന്തുന്റെ തലയെ കൊണ്ട് ചോര കൊണ്ടുവന്നിട്ട് ഞാൻ മുടി കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ വാശിയായി പോലും. അതിനൊരു കാരണമുണ്ട്. ഇതിന് വല്ല കാരണമുണ്ടോ? എനിക്ക് കാരണമുണ്ട്. എനിക്ക് എന്റെ ലാലേട്ടനെ കാണണം. നിങ്ങൾ ആരെങ്കിലും വിളി. എടി, ഞാൻ ഒരുപാട് പേരെ വിളിച്ച് ആരും തിരിച്ചു വിളിക്കും. ഞാൻ മെമ്പറെ ഒന്ന് വിളിക്കട്ടെ, ഒന്ന് സമാധാനപ്പെടണം. നീ കിടന്ന് കരയാതെ. ഹലോ ഹലോ, പറയണേ മെമ്പറെ. അണ്ണാ പറയാ മെമ്പറെ, ഒരു ഉപകാരം ചെയ്യോ? എന്താണ്, പെട്ടെന്ന് പറഞ്ഞോ. എനിക്ക് തുടരും എന്ന സിനിമയുടെ 2 ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരും. ഉള്ള അണ്ണാ ഭയങ്കര തിരക്കാണ്, ടിക്കറ്റ് കിട്ടാനില്ല. ഞാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞ് 3 ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പടം കൊണ്ടോണ്ടിരിക്കോ. അയ്യോ, ലാലേട്ട കറുത്ത അംബാസഡറിൽ വരണേ. അണ്ണാ ഫോൺ പോയി. അങ്ങനെ ആ ബുദ്ധിയുള്ളവര് മുൻകൂട്ടി കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഭാര്യനെ കൊണ്ടുപോയി. നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവില്ല. എടി, ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും കൊണ്ടായിരുന്നു നിന്നെ ഞാൻ കെട്ടുവരുത്തി. ദേഷ്യം വന്നപ്പം അറിയാതെ പറഞ്ഞു പോയതാണ്. സോറി. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നാ പറയണേ. പഴയ ലാലേട്ടൻ വന്നത് നിങ്ങൾക്ക് നിസാര കാര്യമായിരിക്കും. ഞാൻ എപ്പോഴാ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ളത്? കൊച്ചു സന്തോഷങ്ങൾ, അതും ജയറാമിന്റെ മോൻ കുഞ്ഞിലെ. ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞ് അവന് കൊച്ചാവാറായി. ഇതുവരെ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി. എന്താന്ന്? ഓഹോ, ആഹാ, ഇനി അങ്ങനെ പറയും? ഇറ് പറയുമല്ല, ഇറ് നിങ്ങളുടെ കഴുത്തിലിട്ട് അമർത്തുക ചെയ്യേണ്ടത്. എനിക്ക് സിനിമ കാണണം. എന്തോ ഒരു കഴിവില്ലാത്ത മനുഷ്യൻ. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല. കഴിവിന്റെ കാര്യമൊന്നും പറയരുത്. നിന്നെ കല്യാണം കഴിക്കുന്നു ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാന്നറിയോ? എന്തെല്ലാം കഴിവുള്ള ആരായിരുന്നു? കഴിവ് ഒരു ബുൾസൈ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞ അത് പൊട്ടാതെ കുടിക്കാൻ അറിയാത്ത മനുഷ്യനാ കഴിവ്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അന്ന് എന്റെ വീട്ടുകാർ പറഞ്ഞതാണ്. എന്തോന്ന്? നിന്നെ കെട്ടണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേറി. എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം? കുടുംബത്തിന് കുഴപ്പമൊന്നുമില്ല. എടി, അമ്മാവനെ എടുത്ത് OLX വിൽക്കാനിട്ട കുടുംബം ഇല്ലടി നിന്റത്. അത് പിന്നെ എനിക്ക് അന്നൊരു അബദ്ധം പറ്റിയത്. അത് ഞാൻ ആ അമ്മാവന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാ.
അപ്പൊ എന്റെ കൈ തട്ടി അത് OLX-ലായി പോയി. അതൊരു തെറ്റാണോ? അതൊരു തെറ്റാണോ? നീ സിനിമ കാണണോ? സിനിമ കാണാൻ ആരെങ്കിലും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ സിനിമ കാണിക്കാം. കാണിക്ക്, വിളിക്ക്, ആരെങ്കിലും വിളിക്ക്. ആരെ വിളിക്കാനാ ദൈവമേ? എന്തുവാ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കിട്ടൂല. അതെങ്ങനെയാ? നിങ്ങൾക്ക് കഴിവില്ലല്ലോ. നിങ്ങൾക്ക് തന്തയുടെ കഴിവാ കിട്ടിയേക്കണേ. പിന്നെ എങ്ങനെയാ കിട്ടുന്നേ? എന്നെ തല്ലിയില്ലേ? എന്നെ തല്ലിയില്ലേ? എന്നെ തല്ലിയില്ലേ? എന്നെ തല്ലുവല്ല, എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ, എന്നെ ഇങ്ങനെ ആക്കി എന്നെ കൊല്ലേ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കൈ ഇങ്ങനെ ഒടിച്ച് എന്നെ ഇങ്ങനെ കൊല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ 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 കൊല്ലേ. എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ. എന്റെ തൊണ്ടക്കല്ല് പിടിച്ചത് നീ എന്തിനാ? എന്തുകൊണ്ടൊക്കെയല്ലോ അന്നാ നാട്ടുകാരെല്ലാം ഇറങ്ങി നോക്കണ്. ഭയങ്കര ബഹളം. ഞാൻ കുറെ പ്രാവശ്യം കയറി വരാന്ന് വിചാരിച്ച് അവസരം നിവർത്തി കൊണ്ട് കയറി എന്നാണ്. എന്താണെന്നാ ഈ വീട്ടിലെ പ്രശ്നം പറ. ഈ പ്രശ്നത്തിന് ആധാരം മോഹൻലാലാണ്. മോഹൻലാലോ? ഡയറക്റ്റ് മോഹൻലാൽ അല്ല. മോഹൻലാൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ബറോസ്. അതല്ല, ഇൻഡയറക്റ്റ് മോഹൻലാലാണ്. എന്തോന്ന് ചെയ്യ പറയണത്? എടാ, തുടരും സിനിമ കാണാൻ വേണ്ടി ചെന്ന് ടിക്കറ്റ് കിട്ടിയില്ല. അതിനാണ് അവിടെ കിടന്ന് ചാടുന്നത്. അപ്പൊ പടം കണ്ടില്ലേ? ഈ പഞ്ചായത്തിൽ ഈ പടം കാണാത്ത നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ. നീ തീ കൊളുത്താൻ വന്നതാണോ അതോ അണയ്ക്കാൻ വന്നതാണോ? കണ്ടോ കണ്ടോ? അപ്പൊ കണ്ടില്ല. ചേച്ചി കണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എന്തോന്ന് പറയണ? എനിക്കല്ല ഭ്രാന്ത്, ഇങ്ങേർക്കാ ഭ്രാന്ത്. എടാ, എനിക്ക് ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഈ അടുക്കളപ്പുറത്ത് ഇരുന്നിട്ട് മീൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ മൂട്ടി വന്നു ഒരു തട്ട്. എടി, നമുക്ക് തുടരും കാണാൻ പോയാലോന്ന്. അപ്പൊ എനിക്ക് ആഗ്രഹം വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ പോവാം. അങ്ങനെ തുടരും കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ പോയപ്പോ അവിടെ ഭയങ്കര ബഹളും ഭയങ്കര കൂട്ടും. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, വാടി നമുക്കിനി TV വരുമ്പോ കാണാം എന്നും പറഞ്ഞങ്ങോട്ട് വിളിച്ചോണ്ടോയി. എന്താന്നെങ്കിൽ വേറെ സിനിമ കൊണ്ട് കാണിക്കാൻ പോകത്തത്? നീ പേങ്ങന്റെ തലയ്ക്ക് ബുദ്ധി വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട, പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സർക്കസ് നടക്കണം അതുകൊണ്ട് കാണിക്കാത്തത്? അല്ലെങ്കിൽ വേണ്ട, മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ എക്സ്പോ നടക്കണം അതുകൊണ്ട് കാണിക്കാത്തത്? നിന്റെ കൈ കണ്ണാസും പെട്രോളും ആടാ? ഇല്ല, എന്റെ കയ്യിലൊന്നുമില്ല. നിന്റെ വായിന്ന് വരുന്നെല്ലാം പെട്രോൾ വർത്താനമല്ലോ. അതാണ് സംഭവം. ഞാൻ എന്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കുമായിരുന്നു. അവള് സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ട് കാണിക്കുമായിരുന്നു. അവള് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ പാർക്കിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ സാധിക്കുമായിരുന്നു. ഡൈവേഴ്സിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ മാസം 27-ാം തീയതി. നിന്റെ കാര്യം നോക്കാം. എന്നാ ഗാലറിയിൽ നിന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. അതേ നടക്ക്. നിങ്ങൾ കാര്യം പറ. എടാ, അയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ സിനിമയ്ക്ക് കൊണ്ടുപോകാത്ത കേസ് മാത്രല്ല മോനെ, വേറെയും കുറെ പ്രശ്നം. ഞാൻ പറയും. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലടാ. അതായിരുന്നു ഞാൻ എല്ലാം വിളിച്ചു പറയുമായിരുന്നു. എടാ, എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഇരിക്കാൻ നിവൃത്തിയില്ലടാ. അയ്യോ, അതല്ല, ഇൻസ്റ്റാഗ്രാമില് അതിലിരിക്കാൻ നിവൃത്തിയില്ല. എനിക്കൊരു കാര്യം അറിയോ? ഞാൻ എന്ത് നല്ല കലാകാരിയായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി എല്ലാം ഞാൻ കളിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്ന് കെട്ടിയോ അന്ന് എന്റെ കല അടുപ്പിലായതാ. അപ്പൊ ചേച്ചിയുടെ കല ഇപ്പൊ പുകഞ്ഞോണ്ടിരിക്കും. നീ ഇവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? കണ്ടെങ്കിൽ നീ പുകഞ്ഞേന്. നമ്മളൊക്കെ ഡാൻസ് കളിക്കുന്ന എങ്ങനെയാണ്? അങ്ങനെയൊക്കെ എവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്? വലത്തേക്കാല്, ഇടത്തേക്കാല്, വലത്തേക്കാല്, ഇടത്തേക്കാല്. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും ഓർത്തോ, നാളത്തെ മഞ്ജു വാര്യരെയാ നിങ്ങൾ കളിയാക്കി വിട്ടത്. ഒരു കുലസ്ത്രീയാണ് ഇറങ്ങി പോകുന്നത്. ഒരു കുലസ്ത്രീയോ? ഒരു കുലസ്ത്രീയല്ല, ഈ കുലത്തിലെ സ്ത്രീ. ചേച്ചി വാച്ചി, ചേച്ചി വാച്ചി, ചേച്ചി വാച്ചി. എവിടെ പോകുന്നടാ? ചേച്ചി പോ, ചേച്ചി. ഹലോ ഹലോ. ഹലോ അണ്ണാ, സത്യേട്ടനല്ലേ? അതെ അതെ, സത്യൻ. അണ്ണാ, ഞാൻ തുടരും സിനിമയ്ക്ക് 2 ടിക്കറ്റ് ചോദിച്ചു. അതെ, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ എന്റെ അളിയനും പെങ്ങളും വരുന്നില്ല. അപ്പൊ ആ ഒരു 2 ടിക്കറ്റ് ഫ്രീ ഉണ്ട്. 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ടിക്കറ്റ് തരായിരുന്നു. ഇന്നാണോ? ഇന്ന് 4 മണിക്ക് അളിയനും പെങ്ങളും വരുന്നില്ല. അതിന്റെ പേരില് ടിക്കറ്റ് ഓക്കെയാണ്. ടിക്കറ്റ് ഓക്കെ. 4 മണിക്ക് വന്ന ടിക്കറ്റ് ഓക്കെയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്തിരി മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ വാക്കിന് വെല്ലില്ലാത്തവൻ, നട്ടല്ലില്ലാത്തവൻ, ഞാൻ പറഞ്ഞ വാക്ക് കൊണ്ട് നടക്കാത്തവൻ. എന്തൊക്കെയാണോ എന്നെ കുറിച്ച് പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ഒരു ബോണ്ടിങ് ഒക്കെ അങ്ങനെയൊക്കെ പറയും. അതൊന്നും സീരിയസ് ആക്കുകയാണോ? എന്തുവാ ഇത്? പോലും ഇത്രയും പെട്ടെന്ന്. എന്നാലും ടിക്കറ്റ് കിട്ടിയല്ലോ. അപ്പൊ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ബൈക്കിൽ കയറി ഐശ്വര്യമായി നേരെ തിയേറ്ററിൽ പോയി പടം കണ്ട് അടിച്ചു പൊളിക്കും. അപ്പൊ ഞാൻ പോണേ. അടിച്ചു പൊളിക്കാം, അടിച്ചു പൊളിക്കാം. വരുമല്ലോ.
ചുമ്മാ ഒരു നേരം പോക്ക്. 4 മണിക്കാണ്. ആ. ചേട്ടാ ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ മണി 12. 12 അല്ലേ? 12, 1, 2, 3 3 മണിക്കൂറുണ്ട്. ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് പോണ വഴിക്ക് ഫിഷ് ഫുഡ് കഴിക്കാം. ഫിഷ് ഫുഡ് കഴിക്കാൻ പുറത്തു പോയി കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അക്വേറിയത്തിന്റെ മേളിൽ ഡപ്പിക്കകത്തിരിക്കുന്ന ഫിഷ് ഫുഡ് എടുത്ത് കഴിച്ചാൽ മതി. അയ്യോ, മീനിന് കൊടുക്കുന്ന ഭക്ഷണമല്ല, മറ്റേ മീൻ വിഭവങ്ങളില്ലേ, അത് കഴിച്ചിട്ട് പിന്നെ തുടരും കാണാൻ പോകും. ഓക്കെ. അപ്പം 4 മണിക്ക് അടിപൊളി. കോൾ വരുന്നത്. ഇപ്പൊ തന്നെ അങ്ങ് പോവാം. ഹലോ സത്യേട്ടാ. ഓ അണ്ണാ സോറി അണ്ണാ, അളിയനും പെങ്ങളും ആരും വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ അവരിപ്പോ സിനിമയ്ക്ക് വരുന്നെന്ന്. അതുകൊണ്ട് ടിക്കറ്റ് ഇല്ലണ്ണ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാണ്ണ, അല്ലെങ്കിൽ ടി വി വരുമ്പോ ഇരുന്ന് കാണും. ഓക്കെ അണ്ണാ, ഓക്കെ അണ്ണാ. ഹലോ ഇതുപോലെ എരണം കെട്ട നാക്കുള്ള ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ കൊല്ലും. നിങ്ങളെ ഞാൻ ഒരു ദിവസം ഞാൻ നിന്നെ കൊണ്ടുപോകാം. വേണ്ട, ഇന്ന് ഇൻസ്റ്റയില് ഞാൻ പോണൂന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് നിങ്ങളെ ഇന്ന് കൊല്ലും. ഞാൻ നിങ്ങളെ ഇന്ന് കൊല്ലും. നിങ്ങളെ കൊല്ലും. അണ്ണാ ഇതുവരെ തീർന്നില്ലേ? ഇത് തീർന്നില്ലടാ. ഇത് തുടരും. സിനിമ എവളെ കാണിക്കുന്നിടം വരെ തുടരും ഇത്.